പല യുദ്ധങ്ങളോടും പൊതുജനങ്ങൾക്ക് എതിർപ്പുണ്ട്. ഇപ്പൊ ഈ യുദ്ധത്തിൽ തന്നെ ഏകദേശം 60% പേര് യുമായിട്ട് നടത്തുന്ന യുദ്ധം അമേരിക്കയിലെ സാധാരണക്കാർ പറയുന്നത് ആവശ്യമുണ്ടായിരുന്നില്ല, അമേരിക്ക ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് അമേരിക്കയിലെ 60% ജനങ്ങളും വിലയിരുത്തുന്നത്. പക്ഷേ ഇപ്പൊ വരുന്ന ഈ വാർത്ത ഞെട്ടിക്കുന്നതാണ്. അതായത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഉന്നത തലങ്ങളിൽ വലിയ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ ഡയറക്ടർ ജോ കെന്റ് രാജിവെച്ചിരിക്കുകയാണ് തന്റെ പദവിയിൽ നിന്നും. അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ഇറാനുമായിട്ട് നടത്തുന്ന യുദ്ധം അനാവശ്യമാണ്. ഇത് പറയുന്നത് അതിന്റെ വലിയ ഒരു ഉദ്യോഗസ്ഥനാണ്. അതായത് എല്ലാ രഹസ്യാന്വേഷണ വിവരങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് വിവരം കിട്ടുന്ന അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ അമേരിക്കൻ നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്ടറായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വിശദമായിട്ട് അപ്പൊ അതിലേക്ക് നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ആരാണ് ഇദ്ദേഹം എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. വെറും ഒരു രാജി എന്നതിലുപരി ഇത് അമേരിക്കൻ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിക്കുള്ളിൽ നടന്ന വലിയ ഒരു കലഹത്തിന്റെ പുറത്തുവരലാണ്. നമ്മൾ ഒരു കെണിയിൽ അകപ്പെടുകയായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യമാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്തിലൂടെ അദ്ദേഹം ഈ ലോകത്തിന്റെ മുന്നിൽ വയ്ക്കുന്നത്. അതായത് നമുക്കറിയാം 2003 ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഒരു ഇന്റലിജൻസ് ഒരു പിഴവുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഇറാഖിന് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്നാണ്. പക്ഷെ ആ യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധം അമേരിക്ക ജയിക്കോ തോറ്റോ എന്നുള്ളത് ചരിത്രം വിലയിരുത്തപ്പെടേണ്ടതാണ്. എന്നാലും അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ പരിശോധനകളും കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ പറയുന്നത് പോലെ വിനാശകാരിയായിട്ടുള്ള ഒരായുധവും ഇറാഖിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് ഒന്നുകിൽ അമേരിക്കയുടെ ഒരു ഇന്റലിജൻസ് പിഴവായിട്ട് കണക്കാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി, ആക്രമണം നടത്താൻ വേണ്ടി, ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാര്യം അന്ന് അമേരിക്കൻ സർക്കാർ നിർമ്മിച്ചെടുത്തതാണെന്നാണ് രണ്ടാമത് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.